വളരെ വേണ്ടപ്പെട്ട ഒരാൾ വീണ്ടും വരുന്നു. മാളച്ചേട്ടനോട് രണ്ട് ചോദ്യമുണ്ട്. ഒന്ന് എൻ്റെ സ്വന്തം ചോദ്യം, ഒന്ന് എൻ്റെ അച്ഛൻ്റെ ചോദ്യം. ന്യായമായിട്ടും അച്ഛൻ്റെ ചോദ്യം ആദ്യം ചോദിക്കാം. അച്ഛൻ്റെ ചോദ്യം ഇതാണ്: പണ്ട് കാലത്ത് നാടകം അഭിനയിക്കുമ്പോൾ ഒരൊറ്റ ഡയലോഗ് പോലും പഠിക്കാതെ കൂടെയുള്ള നടന്മാരെയും നടിമാരെയും വലച്ച, ആഫ്രിക്കയിൽ നിന്ന് ചാടിപ്പോന്ന് ഇപ്പോൾ മാളയിൽ സെറ്റിൽ ചെയ്ത മഹാനടൻ്റെ പേരെന്താണ്? ഒരു ക്ലൂ തരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ക്ലൂ ഇതാണ്: ഈ നടൻ ഏത് കോളേജിൽ ഇനോഗ്രേഷനോ പ്രസംഗത്തിനോ പോയാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, അതെന്ത് പ്രശ്നമാണെന്ന് മാളച്ചേട്ടൻ തന്നെ പറയും, വന്നാൽ അച്ഛൻ്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് പതിവ്. സന്ദർഭം വിവരിക്കുക. വല്ലാതെ പണി എഴുതിയിട്ടുണ്ട്. രവി ഞാനൂടെ ആയിരുന്നു പണ്ട്. ഇവൻ്റെ അച്ഛനെ രവിയുടെ മകൻ ശ്രീജിത്ത്. അവനിപ്പോൾ നല്ല പണിയാണ് തന്നിരിക്കുന്നത് ഇപ്പോൾ. അല്ല, അത് ഞാൻ പറയാം, കുഴപ്പമൊന്നുമില്ല. അതായത് ഒരു പെണ്ണേ, അവിടെ ഞാൻ കോളേജിൽ ഗ്രൗണ്ടിലാണ് ഇതേമാതിരി ഇത്രയും വളരെ താഴത്തൊക്കെയാണ് അതിന് ഞാനിവിടെ ഇരിക്കുന്നു. ഇത്ര അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മാളച്ചേട്ടാ ഒരു തമാശ കാണിച്ചേ പെണ്ണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യൂലോ. അതെ അതെ, ഞാൻ ചെയ്തു, പറഞ്ഞു കേൾക്കാം. മാളച്ചേട്ടാ ഒരു തമാശ പറഞ്ഞേ, അല്ലെങ്കിൽ തമാശ കാണിച്ചേ എന്ന് പറഞ്ഞു. ഞാനൊരു തമാശ നടനായതുകൊണ്ട് ഈ പെണ്ണിങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ സ്ഥാനത്ത് ടി ജി രവിയോ ജോസ് പ്രകാശോ വരികയാണെങ്കിൽ എന്തായിരിക്കും കുട്ടി ചോദിക്കുക? അവരാണെങ്കിൽ സ്ഥിരം ബലാത്സംഗക്കാരാന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ, അവസാനിപ്പിച്ചു. അതാണ് രവി അല്ല ശ്രീജിത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കിട്ടിയോ? എന്ത് ബാക്കി കിട്ടിയോ? അതിനെങ്ങനെയാണ് കിട്ടണത്? ഇവരെന്തായിരിക്കും പറയുക എന്നുള്ളത്. അവരാണ് സ്ഥിരം ബലാത്സംഗക്കാരാ. അടുത്ത ഡയലോഗ് പറഞ്ഞില്ല. അതിൽ നിന്ന് മനസ്സിലായിക്കൂടെ എല്ലാവർക്കും? അങ്ങനെ പറഞ്ഞു. പിന്നെ രവി ഞാൻ കൂടി ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ് നാടകത്തിൽ. ആ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ കാറ്റൊന്നും ഏറ്റാൽ മതി, നീ കരിഞ്ഞ് ചാമ്പലായി പോകും എന്ന് പറയുന്നതിന് പകരം ഞാൻ രവിക്ക് പറഞ്ഞു കൊടുത്താണ്. രവിനെ പഠിപ്പിച്ചതല്ല, രവി ഭയങ്കര നടനാണ്, മൂർഖനാണ്. ശരിക്കും പറഞ്ഞാൽ മൂർഖനിൽ അഭിനയിച്ച മൂർഖൻ തന്നെയാണ് ടി ജി രവി എന്ന് പറയുന്നത്. എന്നെ ഭയങ്കര സഹായിയാണ്. പണ്ട് നാടകത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കാശുണ്ടാവില്ല, വണ്ടി കാശുണ്ടാവില്ല. രവിയാ 75 രൂപ 50 രൂപയൊക്കെ തന്നയക്കുന്നത് എനിക്ക് പട്ടിണി സമയത്തൊക്കെ. അപ്പോൾ രവിനെ മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രവി പറയും, ആ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ കാറ്റൊന്നും ഏറ്റാൽ മതി, നീ കരിഞ്ഞ് ചാമ്പലായി പോകും എന്ന് പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞു, രവി അത്ര ഷൗട്ട് ചെയ്യണ്ട, ആ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ കാറ്റൊന്നും ഏറ്റാൽ മതി, നീ കരിഞ്ഞ് ചാമ്പലായി പോകും, നീ കരിഞ്ഞ് ചാമ്പലായി പോകും, അതിനാണ് കൂടുതൽ ശക്തി എന്ന് പറഞ്ഞപ്പോൾ രവി അംഗീകരിച്ചാണ്. അങ്ങനെ നാടകം, തൃശ്ശൂർ നാടകം മുഴുവൻ ഞങ്ങളാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്തോ ആഫ്രിക്കയിൽ നിന്ന് വന്ന് മാളയിൽ ആഫ്രിക്കയിൽ അവൻ പറഞ്ഞതല്ലേ, രവി പറയുന്നത്. അവനിപ്പോൾ ആഫ്രിക്കയിലാണ്. ഞാൻ പറഞ്ഞു, ചോദിച്ചു അവനോട്, നീ ജന്മനാട്ടിൽ പോയിട്ട് എപ്പോഴാണ് വരിക രവി എന്ന് ചോദിച്ചു. അതിന് പകരം വീട്ടിയതവൻ. പിന്നെ തിരകഞ്ചേട്ടൻ ഞാൻ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക വൈകുന്നേരം നേരത്ത് സെറ്റില്. മാള കഞ്ഞിയായല്ലേ എന്ന് ചോദിച്ചു. ഞാൻ മാത്രം ചോറായിട്ട് എന്താ ചേട്ടാ കാര്യം എന്ന് ചോദിച്ചു. അപ്പം അത് തീർത്തില്ല. അങ്ങനെയൊക്കെ കൊണ്ടടിയും. അങ്ങനെ ഉരുളക്കുപ്പേരിയാണ്. പിന്നെ കൊടുത്തുകൊണ്ട് കയറും, അത് കയറും. ആൾക്കാർക്ക് നോവോ? ജഗദീഷ് പറഞ്ഞു എൻ്റെ അടുത്തൊരു ദിവസം, ഞാൻ കാണിച്ചു. അപ്പോൾ അവൻ ചോദിക്കുന്നതിനോട്, എന്തിനാ ചേട്ടൻ അങ്ങനെ കാണിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആനയുടെ പടം വരച്ച് വയ്ക്കും, അതിൻ്റെ ചോട്ടിൽ ആന എന്ന് എഴുതി വയ്ക്കും. അതെന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ നിനക്ക് 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ വിവരം പോലും ഇല്ലയെന്നർത്ഥം. കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജഗദീഷ് അവിടുന്ന് വിട്ടോ? വിട്ടു വണ്ടി വിട്ടോ സൈക്കിൾ ചെയ്തു. അങ്ങനെ കൗണ്ടർ എവിടെയെങ്കിലും അത് വെച്ച് തരും തിരിച്ച്. എനിക്കാ തൊടാൻ പറ്റില്ല എന്നെ. ജഗദീഷ് സ്വഭാവം അങ്ങനെയാ. എനിക്കറിയാം, ഭയങ്കര സാധനമുള്ളൂ. ഭയങ്കര സാധനം.